നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണോ? അതെ മാഡം, LKG മുതൽ +2 വരെ. അന്ന് മുതലുള്ള ഇവളുടെ ലൈഫ് അംബീഷനാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു ജോലി. ഈ ഇയറും കൂടെ കഴിഞ്ഞാൽ ഇവൾക്ക് ഏജ് ബാർ ആവും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു ചെറിയ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തുന്നു മാഡം. ഇതിപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. മിനിമം 3 months, അതാണ് ടൈം പീരിയഡ്. ഗസറ്റ് നോട്ടിഫിക്കേഷനൊക്കെ അതിൻ്റെ ഡ്യൂ കോഴ്സിൽ നടന്നോളും. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടിയൊക്കെ അങ്ങ് നീളും. മാഡം, ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ലൈഫിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ആൻഡ് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു ഡു ദാറ്റ്. എന്നെ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ഉദ്ദേശമെങ്കിൽ ഐ ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ നെവർ ഗെറ്റ് ഇറ്റ്. മാഡം, ഞാനും മാഡത്തിനെ പോലൊരു സ്ത്രീയാണ്. പ്രസവിക്കാൻ കഴിയില്ലെന്നുള്ള ഒറ്റ ഡിഫറൻസ് മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. ഓ, നീയൊക്കെ ഇനി പ്രസവിക്കാത്തതിന്റെ കുറവുകൂടിയേ ഉള്ളൂ. മാഡം മാഡം പ്ലീസ്, ഇവളുടെ ഒരു അവസ്ഥ ഒന്ന്. എന്തവസ്ഥ? ഒരാണായി പിറന്നില്ലോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ്. അപ്പോഴാണ് ഇങ്ങനെ ഓരോ. അതെ, നിങ്ങൾക്കൊരു പെണ്ണിന്റെ വില അറിയാത്തോണ്ടാ. മാഡം സോറി മാഡം. മേരി, മേരി അവിടെ നിൽക്ക്. മേരി അവിടെ നിൽക്ക്. മേരി, നമ്മുടെ ആവശ്യമാണ്. ഒന്ന് താന്നു കൊടുത്തെന്ന് വെച്ചപ്പോൾ എന്താ കുഴപ്പം? വാ, നമുക്ക് ഒന്നുകൂടെ അവരെ കണ്ട് റിക്വസ്റ്റ് ചെയ്യാം. ഇനി എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല, അവരെ തരില്ല. നീ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ഇനി അത് കിട്ടിയാൽ തന്നെ ആധാർ കാർഡ് അപ്ഡേഷന് 1 month എടുക്കില്ലേ? അതിനുള്ളിൽ ഈ കൊല്ലത്തെ SI സെലക്ഷനും കഴിയും. നീ ടെൻഷൻ അടിക്കാതെ, നമുക്ക് ആലോചിക്കാം. ആലോചിക്കാം. ഇനി ആലോചന മാത്രം നടക്കും. ഇതോടുകൂടി ആ സ്വപ്നം കഴിഞ്ഞു. അങ്ങനൊന്നുമില്ല. നീ ഒന്ന് പഠിച്ചാൽ ഭാഷ പോട്ടെ. ഫിലിം ഡയറക്ടർ ആവണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചത്. എന്നിട്ടായത് കണ്ട. അങ്ങനെ ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടിയ ലൈഫിൽ എന്താ ഒരു ത്രില്ല്? ഫൈറ്റ് ചെയ്യുന്നതിലല്ലേ ഒരു രസം മോളെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയം എന്തായിരുന്നു എന്നറിയിച്ചോ? ഞാൻ കാരണം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരിക്കലെങ്കിലും അഭിമാനിക്കണം എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോമിൽ ആ വീടിൻ്റെ മുന്നിൽ ചെന്നിറങ്ങി അതുണ്ടാവും എന്ന് ഉറപ്പായിരുന്നു. ഇനി നടക്കില്ലല്ലോ. അപ്പോ വേറൊരു ജോലിക്കും മാന്യതയില്ലെന്നാണോ നീ പറയുന്നത്? എന്നെ പോലൊരാൾക്ക് ആ യൂണിഫോം തരുന്ന റെസ്പെക്റ്റ് വേറൊരു ജോലിക്കും ഇല്ലച്ചോ. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. നോ റിപ്ലൈ. മൂപ്പരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ?